ഉത്രാട മദ്യവിൽപ്പനയിൽ ചാലക്കുടി ഇത്തവണ 3ാം സ്ഥാനത്തേക്ക്, ഇരിങ്ങാലക്കുട 4ാമത്. മുഹമ്മദ് നബിയുടെ 1499 ജന്മദിനം ലോകമാകെയുള്ള ഇസ്ലാം മത വിശ്വാസികൾ ആഘോഷിക്കുന്നു. റാലികളും ഘോഷയാത്രകളും നടന്നു. KPMS അയ്യങ്കാളി ജയന്തി ആഘോഷം നടത്തി. ജന്മനക്ഷത്ര ദിനാചരണവും സമൂഹ പുഷ്പാർച്ചനയും നടത്തി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഉത്രാട മദ്യവിൽപ്പനയിൽ ഏറെക്കാലം ഒന്നാമതുണ്ടായിരുന്ന ചാലക്കുടി ഇത്തവണ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 1,73,460 രൂപയുടെ മദ്യമാണ് വിറ്റത്. ഇരിങ്ങാലക്കുടയാണ് 4ാമത്. കൊല്ലം ആശ്രം ഔട്ട്ലെറ്റാണ് 1ാമത്. ഉത്രാട ദിനത്തിലെ മദ്യവിൽപ്പനയുടെ കണക്കുകളാണ് പുറത്തു വന്നത്. ബിവറേജസ് ഔട്ട്ലെറ്റ് തല കണക്കിൽ 1ാം സ്ഥാനം കൊല്ലം ജില്ലയ്ക്കാണ്. കൊല്ലം ആശ്രം ഔട്ട്ലെറ്റാണ് 1ാമത്. 11 മണിക്കൂറിൽ 1,40,40,870 രൂപയുടെ മദ്യമാണ് ഈ ഷോപ്പിൽ നിന്നും വിറ്റത്. 2ാം സ്ഥാനം കരുനാഗപ്പള്ളിയാണ്. 1,15,02,520 രൂപയുടെ മദ്യമാണ് വിറ്റത്. ഉത്രാട മദ്യവിൽപ്പനയിൽ ഏറെക്കാലം ഒന്നാമതുണ്ടായിരുന്ന ചാലക്കുടി ഇത്തവണ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 1,73,462 രൂപയുടെ മദ്യമാണ് വിറ്റത്. ഇരിങ്ങാലക്കുടയാണ് 4ാമത്. തിരുവനന്തപുരം പവർ ഹൗസ് ഔട്ട്ലെറ്റാണ് 5ാം സ്ഥാനത്തെത്തിയത്. ഇരിങ്ങാലക്കുടയിൽ 1,73,000 രൂപയുടെ മദ്യവിൽപ്പന നടന്നു. തിരുവനന്തപുരം പവർ ഹൗസ് റോഡിലെ ഔട്ട്ലെറ്റിൽ 99,04,910 രൂപയുടെ വിൽപ്പന നടന്നു. കഴിഞ്ഞ തവണ ഇവിടെ 1 കോടിയിലേറെ രൂപയുടെ മദ്യവിൽപ്പന നടന്നിരുന്നു. പട്ടികയിൽ 10ാം സ്ഥാനത്തുള്ള കുണ്ടറ ഔട്ട്ലെറ്റിൽ 85 ലക്ഷത്തിലേറെ രൂപയുടെ മദ്യം വിറ്റു. കഴിഞ്ഞ തവണത്തേക്കാൾ 4 കോടിയുടെ അധിക വരുമാനമുണ്ടായതായി ബൗക്കോ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ് ഇസ്ലാം മത വിശ്വാസികൾ. പല ഇടങ്ങളിലും മദ്രസ വിദ്യാർത്ഥികളുടെയും പ്രാദേശിക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലികളും ഘോഷയാത്രകളും നടന്നു. മുഹമ്മദ് നബിയുടെ 1499 ജന്മദിനമാണ് ലോകമാകെയുള്ള ഇസ്ലാം മത വിശ്വാസികൾ ആഘോഷിക്കുന്നത്. ഇന്ന് നബിദിനം. രാജ്യത്തെ പ്രഥമ മസ്ജിദായ കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ നബിദിനം സമുചിതമായി ആഘോഷിച്ചു. ചേരമാൻ മഹൽ പ്രസിഡന്റ് NA റഫീഖ്, മഹൽ സെക്രട്ടറി CY സലീം, മഹൽ ഇമാം ഡോക്ടർ സലീം നദ്വി എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. മഹൽ ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി പ്രാർത്ഥനയ്ക്കും മിലാദ് സന്ദേശത്തിനും നേതൃത്വം നൽകി. വിശ്വമാനവികതയുടെ പ്രതീകമാണ് പ്രവാചകനെന്നും പ്രവാചക സന്ദേശങ്ങൾ ആശയറ്റവന്റെ ആശയവും സ്വപ്നവുമാണെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി പരിസരത്ത് നിന്ന് ആരംഭിച്ച വർണ്ണാഭമായ നബിദിന റാലി ചേരമാൻ മസ്ജിദിൽ സമാപിച്ചു. തുടർന്ന് വിവിധ മസ്ജിദുകളുടെ ഇമാമുമാരുടെ നേതൃത്വത്തിൽ മൗലൂദ് പാരായണം നടത്തി. ചേരമാൻ മഹൽ സെക്രട്ടറി CY സലീം, വൈസ് പ്രസിഡന്റ് KS മുഹമ്മദ് ബഷീർ, ട്രഷറർ VA ഇബ്രാഹിം, ജോയിന്റ് സെക്രട്ടറി PI ബഷീർ, AK നവാസ്, നൌഷാദ് അറക്കൽ, MM സീനിയർ എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുത്തുഞ്ചിറ കിഴക്കേ മഹലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ നബിദിന റാലിക്ക് കരിങ്ങാച്ചിറയിൽ സ്വീകരണം ഒരുക്കി. കരിങ്ങാച്ചിറ ശ്രീ ദുർഗാദേവി ക്ഷേത്രം ഉപദേശക കമ്മിറ്റി ജാതിയും മതവുമല്ല, മനുഷ്യനാണ്, സ്നേഹമാണ് വലുതെന്ന സന്ദേശം വിളിച്ചോതിക്കൊണ്ട് നടത്തിയ ഈ സ്വീകരണ ചടങ്ങിൽ ദഫ്മുട്ട് നടത്തിയത് അമ്പലമുറ്റത്ത്. ഈ മഹനീയ മുഹൂർത്തത്തിന് നിറസാന്നിധ്യമായി MP ബെന്നി ബഹനാനും. ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ നാട് മുഴുവനും കൂട്ടായി പങ്കെടുത്ത ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്ര ഉപദേശക കമ്മിറ്റി ഭാരവാഹികളായ വിഷ്ണു സിദ്ധാർത്ഥൻ, ചന്ദ്രശേഖരൻ, രാജു, C രമേശ്, ശ്യാം, ബാബു, രവി, സിദ്ധാർത്ഥൻ, അനിൽ, സുനിൽ, ശങ്കരൻകുട്ടി, സാഗർ, ശശി, സനാതനൻ എന്നിവർ നേതൃത്വം നൽകി. ബെസ്റ്റ് പെർഫോമൻസ് ടീമായി തെരഞ്ഞെടുത്ത കരിങ്ങാച്ചിറ മൗല ദഫ്മുട്ട് മാപ്പിള കലാസംഘത്തിലെ കുട്ടികൾക്ക് ബെന്നി ബഹനാൻ അവാർഡുകൾ നൽകി. കുട്ടികളെ ദഫ്മുട്ട് അഭ്യസിപ്പിച്ച മുഹമ്മദ് ഫാറൂഖിനെ ആദരിച്ചു. പുത്തുഞ്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗം VM നദീർ, PI നിസാർ, സിജിൻ ഉമർ, സിജിൽ കരിങ്ങാച്ചിറ, സുൽഫിക്കർ ഭൂട്ടോ, നസീർ പിണ്ടാണി, സജി കുന്നത്തേരി, അൻസാർ കരിങ്ങാച്ചിറ, താഹിർ, സാലി സജീർ എന്നിവർ സംബന്ധിച്ചു. കുതിരത്തനം സെന്റ് ജോൺസ് ചർച്ചിന്റെയും സമീപവാസികളുടെയും നേതൃത്വത്തിൽ പുത്തുഞ്ചിറ കിഴക്കേ മഹൽ കമ്മിറ്റിയുടെയും മദ്രസ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന നബിദിന ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി. കുതിരത്തണം സെന്റ് ജോൺസ് ചർച്ചിന്റെ മുൻ വികാരിയച്ഛനും ചൈതന്യ റിഹാബിറ്റേഷൻ ഡയറക്ടറുമായ ഫാദർ പോളി കണ്ണുകാടന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. മഹൽ ഖത്തീബ് അഹമ്മദ് നിസാമി, PTA പ്രസിഡന്റ് PI നിസാർ, ഹക്കീം, ഇബ്രാഹിംകുട്ടി, സദർ
അബ്ദുൽ സലാം മൗലവി, അമീർ ഫൈസി, സിജിൻ ഉമർ എന്നിവർ സംസാരിച്ചു. ആമണ്ടൂർ ഇസ്ലാമിക് സ്റ്റഡി സെന്ററിന്റെ കീഴിലുള്ള സബീലുസലാം മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നബിദിനം ആഘോഷിച്ചു. പ്രഭാത മൗലീദിന് സലാഹുദ്ദീൻ ലത്തീഫി നേതൃത്വം നൽകി. PMS തങ്ങൾ പതാക ഉയർത്തി. തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളും കേരള മുസ്ലിം ജമാഅത്ത് SYSS പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു. സെപ്റ്റംബർ 19-ന് മുൻവർ ഹാളിൽ വിദ്യാർത്ഥികളുടെ സാഹിത്യ മത്സരങ്ങൾ നടക്കും. വെള്ളാങ്കല്ലൂർ വടക്കുംകര മഹൽ ജമാഅത്ത് നബിദിന റാലി നടത്തി. മഹൽ പ്രസിഡന്റ് അബ്ദുൽ സലാം പതാക ഉയർത്തി. ഖത്തീബ് അബ്ദുൾ റഹ്മാൻ ഭാഗവി നബിദിന സന്ദേശം നൽകി. വൈസ് പ്രസിഡന്റ് ബഷീർ തോപ്പിൽ, സെക്രട്ടറി മുഹമ്മദ് അലി KH, ഹമീദ് തരൂപ്പീടികയിൽ, ഹുസൈൻ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. ആല പനങ്ങാട് സാഹിബിന്റെ പള്ളിയുടെയും മുൻവീറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പുണ്യനബി മുഹമ്മദ് മുസ്തഫയുടെ 1499-ാം ജന്മദിനാഘോഷം നടന്നു. സാഹിബിന്റെ പള്ളി പ്രസിഡന്റ് നൌഷാദ് ചളിങ്ങാട് പതാക ഉയർത്തി. ദഫിന്റെയും സ്കൗട്ടിന്റെയും അകമ്പടിയോടുകൂടി മഹൽ കമ്മിറ്റി അംഗങ്ങളും യുവജനങ്ങളും അണിനിരന്ന നബിദിന ഘോഷയാത്ര നടന്നു. മാരേക്കാട് മഹൽ ജുമാ മസ്ജിദ് അങ്കണത്തിൽ മഹൽ പ്രസിഡന്റ് KA ഇബ്രാഹിം പതാക ഉയർത്തി. ഖത്തീബ് ഹാളിൽ ദാവൂദ് ഭാഗവി പ്രാർത്ഥന നടത്തി. തുടർന്ന് സന്ദേശം നൽകി. കാട്ടിക്കരക്കുന്ന് മസ്ജിദ് നൂർ ഖത്തീബ് അഷ്കർ അലി ബദരി, അഷ്ടമിച്ചിറ ഈസ്റ്റ് ജുമാത്ത് മസ്ജിദ് ഖത്തീബ് നജീബ് ഹിജാമി, മഹൽ വൈസ് പ്രസിഡന്റ് ജലീൽ മാരേക്കാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ഇനി നാട്ടിൽ നടന്നത്. മാളയിൽ ബാർ ജീവനക്കാരും മദ്യപിക്കാൻ വന്നവരും തമ്മിൽ ബാറിന് വെളിയിലുണ്ടായ സംഘർഷത്തിൽ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ബാർ ജീവനക്കാരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ യുവാക്കളെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അനുരാഗ്, അനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. അനുരാഗിന് നെറ്റിയിൽ മുറിവുണ്ട്. ബാറിന് പുറത്ത് റോഡിൽ വെച്ച് ജീവനക്കാർ യുവാക്കളെ അതിക്രൂരമായി ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തി. കൊമ്പത്തുകടവ് സേവിയൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയുടെ ശതാബ്ദി ജൂബിലിയോടനുബന്ധിച്ച് നടത്തിയ സമ്മാന കൂപ്പൺ വിജയികളെ തിരുവോണനാളിൽ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു. MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നറുക്കെടുപ്പ് നിർവഹിച്ചു. പുത്തുഞ്ഞിറ പഞ്ചായത്ത് വാർഡ് 11, 12 മെമ്പർമാർ, സേവിയൂർ ഇടവക വികാരി ഫാദർ ഫെബിൻ കൊടിയൻ, മുട്ടിക്കൽ ഇടവക വികാരി ഫാദർ സിബിൻ കല്ലറയ്ക്കൽ, കൈക്കാരൻ ജോണി പ്ലാക്കൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 1ാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടറും മറ്റു സമ്മാനങ്ങളും വേദിയിൽ വെച്ച് വിതരണം ചെയ്തു. തിരഞ്ഞെടുക്കപ്പെട്ട മറ്റു വിജയികൾക്ക് അടുത്ത 30 ദിവസങ്ങൾക്കകം കൂപ്പൺ ഹാജരാക്കുന്ന മുറയ്ക്ക് സമ്മാനങ്ങൾ കൈമാറുന്നതാണ്. KPMS മാള യൂണിയൻ അയ്യങ്കാളി ജയന്തി ആഘോഷം നടത്തി. മാള PK പരമേശ്വരൻ ഹാളിൽ നടന്ന സമ്മേളനം CS ശിവൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാ ഗുരു അയ്യങ്കാളിയുടെ 162ാമത് ജയന്തി ഇന്ന് ലോകത്തെവിടെയുമുള്ള മലയാളികൾ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്ന് നബിദിനമാണ്. പ്രവാചകൻ പിറവി കൊണ്ട ദിനം. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് ഏറ്റവും വിശേഷപ്പെട്ട ദിവസം. ആ ദിവസത്തിൽ തന്നെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ മുന്നണി പോരാളി മഹാത്മാ ഗുരു അയ്യങ്കാളിയുടെ ജയന്തി കൂടി നമ്മൾ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, ഈ ജയന്തി ആഘോഷത്തിലൂടെ ഇന്ന് രാവിലെ 8 മണിക്ക് മഹാസഭയുടെ മുഴുവൻ ശാഖായോഗങ്ങളിലും യൂണിയൻ പ്രസിഡന്റ് KV സുബ്രൻ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ ലോചനൻ അമ്പാട്ട് ജയന്തി സന്ദേശം നൽകി. EK മോഹൻദാസ്, PC ബാബു, വിനയൻ മംഗലപ്പിള്ളി, ഷിബു മാടവന തുടങ്ങിയവർ സംസാരിച്ചു. പുത്തഞ്ചിറ KPMS പിണ്ടാണി കരിങ്ങാച്ചിറ ശാഖയുടെ നേതൃത്വത്തിൽ അയ്യൻകാളി ജയന്തി ആഘോഷം ജില്ലാ ട്രഷറർ PC ബാബു ഉദ്ഘാടനം ചെയ്തു. KK വിജയൻ അധ്യക്ഷത വഹിച്ചു. UV വിശ്വനാഥൻ, TU കിരൺ, KK കുഞ്ഞുമോൻ, TK ഉണ്ണികൃഷ്ണൻ, UD സജീവൻ, സീതാവാസു, ബിന്ദു രാജു എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി അംബേദ്കർ സ്മാരക സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി 161ാമത് ജന്മനക്ഷത്ര ദിനാചരണവും സമൂഹ പുഷ്പാർച്ചനയും സൗത്ത് ജംഗ്ഷനിൽ നടത്തി.
നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. സമിതി ചെയർമാൻ സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി അധ്യക്ഷനായി. ഡോക്ടർ വത്സലൻ വാതുശ്ശേരി ജന്മദിന സന്ദേശം നൽകി. നഗരസഭാ കൗൺസിലർമാരായ വി ജെ ജോജി, അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത് എന്നിവർ സംസാരിച്ചു. പി കെ ശങ്കർദാസ് ആമുഖ പ്രഭാഷണം നടത്തി. കയ്പമംഗലം മണ്ഡലത്തിൽ കലാരംഗത്ത് മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചവരും നിലവിൽ പ്രവർത്തിക്കുന്നവരുമായ പ്രതിഭകളെ കണ്ടെത്തി ഓണത്തിന് ആദരിക്കുന്ന പതിവ് യുവ കലാസാഹിതി ചെയ്തുവരുന്ന പ്രധാന ക്യാമ്പയിനാണ്. ഈ വർഷവും കലാരംഗത്തെ പ്രതിഭകളെ തേടി തിരുവോണ ദിനത്തിൽ അതിഥികളായി ആദരിക്കപ്പെട്ടവർ പ്രമുഖ പ്രൊഫഷണൽ നാടക സംവിധായകൻ രാജേഷ് ഇരുളം, സിനിമാ രംഗത്തെ സജീവ സാന്നിധ്യം അഷ്റഫ് ഗുരുക്കൾ, മുൻകാല നാടക പ്രവർത്തകൻ പി എ ഗംഗാധരൻ, ഓണം കളി കലാകാരൻ അനുരാജൻ വെങ്കിടൻ എന്നിവരായിരുന്നു. ജില്ലാ സെക്രട്ടറി സോമൻ താമരക്കുളം അവർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. മണ്ഡലം സെക്രട്ടറി അരുൺജിത്ത് കാനപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂരിൽ സൗജന്യ ഉച്ചഭക്ഷണ വിതരണം നടത്തുന്ന കരുതൽ കൂട്ടായ്മ എന്ന സംഘടന തിരുവോണ നാളിൽ ഓണസദ്യ ഒരുക്കി. ഈ പരിപാടിയുടെ ഉദ്ഘാടനം MLA ടൈസൺ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് സജീവൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ കൈസാബ്, SNDS ഭരണസമിതി പ്രസിഡന്റ് സലിൻ, ഭരണസമിതി അംഗം രാജു, സാമൂഹ്യ പ്രവർത്തകൻ ഷഹീൻ കെ മൊയ്തീൻ, പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ശ്രീലത എന്നിവർ സംസാരിച്ചു. കരുതൽ കൂട്ടായ്മ പ്രവർത്തകരായ സുനിൽ കൃഷ്ണ, ജോമോൻ കോട്ടപ്പുറം, ഷാനവാസ്, മിനി, റാഫി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിരുവോണ നാളിൽ ആളൂർ പൊരുന്നംകുന്ന് ഹൈന്ദവ ജനസമിതി സംഘടിപ്പിച്ച വനിതാ ഓണം കളി ആവേശമായി. പൂലാനി കാവിലമ്മയും മൈഥിലി കുറ്റിച്ചിറയും തമ്മിൽ നടന്ന വാശിയേറിയ മത്സരം കാണുവാൻ നൂറുകണക്കിന് ആരാധകരാണ് എത്തിയത്. ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ ആരംഭിച്ച മത്സരം സമിതി അധ്യക്ഷൻ KK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ആളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. സെക്രട്ടറി മനീഷ് മോഹൻ പൈക്കാട്ട്, ഷാജു പാറക്കുളം, സുരേഷ് പ്ലാവിട, മാതൃസമിതി പ്രസിഡന്റ് ഷീലാദാസൻ, സുധാലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ഓണക്കളിയുടെ കുലപതി തേശ്ശേരി നാരായണൻ, നാടൻ പാട്ടുകലാകാരൻ ശശി ആളൂർ എന്നിവരെ ആദരിച്ചു. അന്നനാടിന്റെ ഫുട്ബോൾ പെരുമ വീണ്ടെടുക്കാനായി അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ അക്കാദമി ആരംഭിച്ചു. UHSS ഫുട്ബോൾ അക്കാദമി അന്നനാട് എന്ന പേരിൽ ആരംഭിച്ച അക്കാദമിയുടെ ഉദ്ഘാടനം സന്തോഷ് ട്രോഫി താരവും കേരള പോലീസ് ടീം അംഗവുമായ വിപിൻ തോമസ് നിർവഹിച്ചു. അന്നനാട് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന് ചീഫ് കോർഡിനേറ്റർ K കൃഷ്ണകുമാർ ആമുഖ പ്രഭാഷണവും PTA പ്രസിഡന്റ് PR രാജേഷ് അധ്യക്ഷ പ്രസംഗവും നടത്തി. കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ലീന ഡേവിസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ, വാർഡ് മെമ്പർമാരായ രാഖി സുരേഷ്, മോഹിനി കുട്ടൻ, മോളി തോമസ്, രാജേഷ് KN, സ്കൂൾ മാനേജർ CA ഷാജി, പ്രിൻസിപ്പൽ ജയ I, ഹെഡ് മിസ്സസ് മാലിനി MP എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്രാട മദ്യ വിൽപ്പനയിൽ ചാലക്കുടി ഇത്തവണ 3ാം സ്ഥാനത്തേക്ക്, ഇരിങ്ങാലക്കുട 4ാമത്. മുഹമ്മദ് നബിയുടെ 1499 ജന്മദിനം ലോകമാകെയുള്ള ഇസ്ലാം മത വിശ്വാസികൾ ആഘോഷിക്കുന്നു. റാലികളും ഘോഷയാത്രകളും നടന്നു. KPMS അയ്യങ്കാളി ജയന്തി ആഘോഷം നടത്തി. ജന്മനക്ഷത്ര ദിനാചരണവും സമൂഹ പുഷ്പാർച്ചനയും നടത്തി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.